തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ടിപ്പറിനടിയിൽപ്പെട്ട യുവതിക്ക് ദാരുണാന്ത്യം. പെരുമാതുറ സ്വദേശി റുക്സാനയാണ് മരിച്ചത്. ബന്ധുവിനൊപ്പം സ്കൂട്ടറിൽ പോവുകയായിരുന്നു റുക്സാന. കഴക്കൂട്ടം വിട്ട് റോഡിലാണ് അപകടമുണ്ടായത്. ഓവർടേക്ക് ചെയ്തു വന്ന ടിപ്പർ ഇടത്തേക്ക് ഒതുക്കിയപ്പോൾ റുക്സാനയുടെ ദേഹത്ത് തട്ടി ടയറിനടിയിലേക്ക് റുക്സാന വീഴുകയായിരുന്നു. ടി വി പ്രസാദ് നമുക്കൊപ്പമുണ്ട്. ടി വി പ്രസാദ്, ഗുഡ് ഈവനിംഗ്. ഈ ടിപ്പറുകളുടെ ചീറിപ്പായലിനെ കുറിച്ച് നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. ഇടയ്ക്കൊരു ശമനമുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ജീവൻ എടുത്തിരിക്കുകയാണ്. എന്താണ് വിട്ട് റോഡിൽ സംഭവിച്ചത്? വിഴിഞ്ഞത്ത് തുറമുഖ ആവശ്യത്തിന് കല്ല് കൊണ്ടുപോയ ടിപ്പർ തന്നെയാണ് സുജയ ഇത്തവണയും അപകടം വരുത്തി വെച്ചിരിക്കുന്നത്. ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ് ഇന്നത്തെ അപകടത്തിനും കാരണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ബസ് സ്റ്റോപ്പിൽ കൂടി നിന്നവർ നിലവിളിച്ചപ്പോഴാണ് ഡ്രൈവർ ഇക്കാര്യം അറിഞ്ഞതും വാഹനം ഒതുക്കി നിർത്തിയതും. അതിൽ പ്രധാനമായ അശ്രദ്ധ എന്നുള്ളത് റോഡ് പണി നടക്കുന്നു എന്ന വിവരം നേരത്തെ തന്നെ ഡ്രൈവർ കാണുന്നുമുണ്ട്. അതിനിടയിലാണ് കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് കണിയാപുരത്തേക്ക് പോവുകയായിരുന്ന റുക്സാനയും ബന്ധുവും സഞ്ചരിച്ച സ്കൂട്ടറിൽ ഈ ലോറി തട്ടുന്നത്. അതായത് ഇടത് ഭാഗത്തേക്ക് പെട്ടെന്ന് ലോറി തിരിച്ചെടുക്കുകയായിരുന്നു. ആ സമയത്താണ് സ്കൂട്ടർ അതിൻ്റെ അടിയിലേക്ക് പെടുകയും സ്വകാര്യ സ്കൂളിലെ അധ്യാപക കൂടിയായ റുക്സാന തൽക്ഷണം മരിക്കുകയും ചെയ്യുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വൈകിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കിളിമാനൂർ ഭാഗത്ത് നിന്ന് കരിങ്കല്ല് കയറ്റി വിഴിഞ്ഞം തുറമുഖത്തെത്തിച്ച ലോറി അവിടെ നിന്ന് തിരിച്ച് വീണ്ടും കരിങ്കല്ല് എടുക്കാൻ പോകുന്ന യാത്രയിലാണ് ഈ അപകടമുണ്ടായത്. ഇന്നിപ്പോൾ വിഴിഞ്ഞത്തേക്ക് പോയ ടിപ്പറിൻ്റെ തന്നെയാണ് ഒരു തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായത്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ വിഴിഞ്ഞത്ത് അനന്തുവിൻ്റെ മരണം നമ്മൾ മറന്നിട്ടില്ല. അതായത് ഓവർലോഡ് കൊണ്ടുപോവുകയായിരുന്ന ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് താഴേക്ക് വീണാണ് അനന്തു മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. മത്സരയോട്ടവും അതുപോലെ തന്നെ അമിത വേഗവും പലപ്പോഴും ഈ വിഴിഞ്ഞത്തേക്കുള്ള ടിപ്പറുകൾ കൊലക്കളം തീർക്കുകയാണ് നമ്മുടെ നിരത്തുകളിൽ. തീർച്ചയായിട്ടും അശ്രദ്ധ തന്നെയാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നഗരൂർ സ്വദേശിയായ ജോയിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിലൊരു അപകടത്തിൽ തന്നെയുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന ബന്ധുവിന് അധികം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡിൽ വീണ സമയത്തുണ്ടായ നിസ്സാര പരിക്ക് മാത്രമാണ് ആ സ്ത്രീക്ക് ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും ഒരു ദാരുണമായ സംഭവം തന്നെയാണ് കഴക്കൂട്ടം വെട്ട് റോഡിൽ ഉണ്ടായത്. സുജയ. ഓക്കെ, ടി വി പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. സ്കൂട്ടർ ഓടിച്ചത് ബന്ധുവായ യുവതിയാണ്. അവർക്ക് പരിക്കില്ല എന്നുള്ള അപ്ഡേറ്റ് വരുന്നുണ്ട്. ലോറി ഡ്രൈവർ നഗരൂർ സ്വദേശി ജോയിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.